അപ്പൊ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ നീച്ച് നേരെ മദ്രസ് പോകാനുള്ള പരിപാടി. മദ്രസ് പോകാൻ നിൽക്കുമ്പോൾ നമ്മൾ ഡ്രൈവർ കുഞ്ഞാട്ടി നടക്കണം. അതിൻ്റെ ഇടയിൽ കയറി മിമ്പർമ കയറി വമ്പ മുറിക്കലിട്ട് വല്ലാത്ത ജാതി നേരെ വിട്ട് മദ്രസയിൽ പോയി വന്നതിന്റെ ശേഷം മാമ വിളിച്ചിട്ട് പറഞ്ഞു ആടിനെ എടുത്തോണ്ടിരുന്ന് വെള്ളിയാഴ്ചയല്ലേ പാർട്ടിയുള്ള ദിവസമല്ലേ നമ്മുടെ ചിഞ്ചുണ്ടാക്കി നേരെ വിട്ടിട്ട് ഹോസ്ബേക്ക് തോട്ടത്തിൽ പോയപ്പോ ചെങ്ങന്മാരെ ഫുള്ള് കാട് പിടിച്ച് നിങ്ങൾ നോക്കാണ്ട് ഇവിടെ കാടിനെ വളർത്തുകയാണ്. ചെങ്ങന്മാരെ വെള്ളം അടിച്ചിട്ട് വളർത്താൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആടിനെ നോക്കലാണ് ടാസ്ക്. വല്ലാത്ത ജാതി സംഭവമാണ്. നല്ലത് നോക്കണം, അതേപോലെ മേടിയം വലുപ്പം നോക്കണം. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയ പിടിച്ച് കെട്ടി നേരെ വണ്ടിക്കാണ്ട് കയറ്റിന്റെ ശേഷം വീട്ടിൽ പോയി ആടിനെ ഇറക്കിന്റെ ശേഷം നേരെ വണ്ടിയാണ് കേക്കിട്ടാ. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് മാമ പറഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പച്ചക്കറികളും വാങ്ങി കൊണ്ടാണ്ട് വല്ലാത്ത ജാതിയായിരുന്നു. ബഷീറും മുബാർക്ക് കാരണം പരിപാടിയൊക്കെ ആയി വല്ലാത്ത ജാതി സംഭവം. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സാധനം വാങ്ങി വണ്ടി കയറ്റിന് ശേഷം നേരെ വിട്ട് ബാബാനായിട്ട് പള്ളിക്കൊക്കെ ഇട്ട് ചെങ്ങന്മാരെ വെള്ളിയാഴ്ച ഇല്ല എന്നാ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു മനസ്സിന് സുഖമായിട്ട് ചെങ്ങന്മാർ അങ്ങനെ നേരെ പള്ളിക്ക് പോയി പള്ളിസ്കാരൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് അനുസ് വിളിച്ചിട്ട് പറഞ്ഞ് രാത്രി സാധനങ്ങൾ കൊണ്ടുപോകാണ്ടിട്ട് നേരെ വന്നുകൊണ്ടിരുന്നു. അമ്പടി ചിഞ്ചുണ്ടാക്കിയിട്ട് നേരെ പോയിട്ട് ഞാനും മറൂഫും അനുസു കൂടിയായിട്ട് തുടങ്ങി. മറൂഫിനോട് കയറിട്ട് കെട്ടാൻ പറഞ്ഞപ്പോ ചെങ്ങന്മാർ അത് ടൂന്നാലാണ് അമ്പടി ചിഞ്ചുണ്ടാക്കി അനുസാർ ഇങ്ങോട്ട് വന്നുകൊടുത്താണ്ട് പിടിച്ചുകൂടുന്ന പറഞ്ഞാൽ അങ്ങനെ അവരോട് പിടിച്ച് നേരെ വണ്ടി കണ്ടു കയറ്റി ഫുൾ ലോഡാക്കിന്റെ ശേഷം നേരെ വിട്ടിട്ട് അനുസിനെ ഏതൊരു വണ്ടി പ്രാവശ്യം അനുസിന്റെ ഗാരേജിക്കാണ് കയറി കഴിഞ്ഞാൽ നെട്ടി പോയിട്ട് അംജാതി വണ്ടികളാണ്. അങ്ങനെ ക്ലാസിക് വണ്ടികൾ അവിടെ നിർത്തിവെച്ച് അതിന് നേരെ പണിക്ക് കഴിഞ്ഞ ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോകും. അതങ്ങനെ മസ്റ്റല്ലേ, പണി എടുക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് മസ്റ്റ്. അത് പിന്നെ എന്ത് സംഭവമായാലും ശരി. അങ്ങനെ നേരെ അൽമാസിക്കാണ്ട് പോയി അവിടെ ഫുഡ് കഴിച്ച് നേരെ വീട്ടിക്കാണ്ട് കേടുന്നാണ്ട് ഉറങ്ങിയിട്ട് വല്ലാത്ത സംഭവം. അത്രയുള്ള വീട്ടിൽ ഓക്കെ ബൈ.